തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തി തിരിച്ചറിയുന്നതിന് സ്ഥാപിച്ചിരുന്ന കരിങ്കല്ലിൽ തീർത്ത ഒരു പില്ലറാണ് കൊതിക്കല്ല്. ഒരു വശത്ത് തിരുവിതാംകൂറിനെ സൂചിപ്പിക്കുന്നതിന് തീ എന്നും മറുവശത്ത് കൊച്ചിയുടെ കോ എന്നും കൊത്തിവെച്ചിരിക്കുന്നതാണ് ആ കല്ല്. രണ്ട് നാട്ടുരാജ്യത്തിനും സ്വതന്ത്രമായ അധികാരമില്ലാത്ത 6 അടി പാതകൾ അതിർത്തിയിൽ നിലവിലുണ്ടായിരുന്നു. അതിന്റെ മധ്യത്തിലാണ് ഈ കൊതിക്കല്ലുകൾ സ്ഥാപിക്കുക. കോ എന്നെഴുതിയ ഭാഗം കൊച്ചി രാജ്യത്തെ അഭിമുഖീകരിച്ചും തീ എന്നെഴുതിയ ഭാഗം തിരുവിതാംകൂർ രാജ്യത്തെ അഭിമുഖീകരിച്ചുമാണ് കല്ലുകൾ സ്ഥാപിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു കൊതിക്കല്ലിന്റെ ചരിത്രത്തിലേക്കും കൊതിക്കല്ലിന്റെ വിശേഷങ്ങളിലേക്കുമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി വരാം. ചാലക്കുടി, കാഞ്ഞിരപ്പള്ളി, മാള ഭാഗങ്ങളിൽ ചെറായി, കൊടുങ്ങല്ലൂർ, ഉദയംപേരൂർ, ചിറ്റാറ്റുകര, വെള്ളൂർ, ചൊവ്വര മഹാദേവ ക്ഷേത്രം, വടവുകോട്, പുത്തൻകുരിശ് ഭാഗങ്ങളിൽ കൊതിക്കല്ല് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരം കല്ലുകൾക്ക് 6 അടി മുതൽ 10 അടി വരെ ഉയരവും 3 അടി വരെ വീതിയുമാണ് ഉണ്ടാകുക. ഈ പ്രദേശങ്ങളിലെ ഭൂമി അളവുകളിൽ പ്രധാന രേഖയായി ഈ കല്ലുകൾ ഇപ്പോഴും കണക്കാക്കുന്നുണ്ട്. പുത്തൻകുരിശ് തിരുവിതാംകൂറിലാണ്, ഈ വടവുകോട് എന്നത് കൊച്ചിയിലും. ഈ 2 സ്ഥലവും ചേർത്ത് വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് രൂപീകരിച്ചു. പുത്തൻകുരിശിലെ കുടനോടിത്തോട് ഈ 2 രാജ്യങ്ങളുടെയും അതിർത്തിയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അങ്കമാലിക്കടുത്ത് എളവൂരിൽ തൃശൂർ എറണാകുളം ജില്ലാ അതിർത്തിയായി കൊതിക്കല്ലുണ്ട്. പിന്നെ മൂഴിക്കുളത്തിനടുത്ത് ഐരൂർ എന്ന സ്ഥലത്തും കൊതിക്കല്ലുണ്ട്. അതുപോലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് ചൊവ്വര മഹാദേവ ക്ഷേത്രത്തിൻ്റെത് ഒരു അപൂർവ കൊതിക്കൽ തന്നെയാണ്. ക്ഷേത്രത്തിലെ തിടപ്പള്ളി ഒരു രാജ്യത്തും ശ്രീകോവിൽ മറ്റൊരു രാജ്യത്തുമാണ്. അതായത് തിടപ്പള്ളിയിൽ നേദ്യം തയ്യാറാക്കി ശ്രീകോവിലിൽ ദേവന് നേദിക്കുന്നത് ഒരു ഇന്റർനാഷണൽ പരിപാടി തന്നെയാണ് എന്ന് ചുരുക്കം. പണ്ട് കൊച്ചി, തിരുവിതാംകൂർ 2 സംസ്ഥാനങ്ങളായിരുന്നു. തിരുവിതാംകൂർ ഇവിടുന്ന് അപ്പുറത്തേക്കുള്ള ഭാഗം തിരുവിതാംകൂർ, ഇവിടുന്ന് ഈ ഭാഗത്തേക്കുള്ളത് കൊച്ചി. ഈ അതിരായിരുന്നു. അപ്പോൾ കൊച്ചിയിൽ നിന്ന് തിരുവിതാംകൂറിലേക്കും തിരുവിതാംകൂറിൽ നിന്ന് കൊച്ചിയിലേക്കും സാധനങ്ങൾ കടത്തുന്ന കാര്യത്തിൽ വളരെ നിയന്ത്രണം ഉണ്ടായിരുന്നു. മണ്ണെണ്ണ, വെളിച്ചെണ്ണ, അങ്ങനെ കൊപ്ര, ഇങ്ങനെയുള്ള മീനുകൾ, ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കടത്തുന്നതിന് നിയന്ത്രണമുണ്ട്. അപ്പോൾ അതിന് എക്സൈസ് ഡ്യൂട്ടി കൊടുക്കണം. ഒരു ചൗക്ക എക്സൈസ് ഡ്യൂട്ടിയുടെ ഒരു ഓഫീസ് ഇവിടെ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. കൊച്ചിയുടെ ചൗക്ക, അതായത് ചെക്ക് പോസ്റ്റ് ഇവിടെയായിരുന്നു അതിർത്തി. അങ്ങോട്ട് വണ്ടി വരുമ്പോൾ തടഞ്ഞു നിർത്തി പരിശോധിക്കാനായിട്ട് സ്റ്റാഫൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തിരുവിതാംകൂറിൻ്റെ ചെക്ക് പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അതിന് അവിടെ ഓഫീസ്, എക്സൈസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. എന്ത് സാധനം ഇതിൽ കൊണ്ടുപോയാലും അത് അവിടെ അഴിച്ച് പരിശോധിച്ചിട്ടേക്ക് വിടുള്ളൂ. വണ്ടിയിലാണെങ്കിൽ പിന്നെ വണ്ടി പരിശോധിക്കും. നടന്നു പോവുകയാണെങ്കിൽ തലച്ചോണ്ടായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ സാധനം എന്താണെന്ന് പരിശോധിച്ച് ടാക്സ് അടയ്ക്കേണ്ടതാണെങ്കിൽ ടാക്സ് അടച്ചിട്ടേ വിടുമായിരുന്നുള്ളൂ. അതിർത്തിയാണ്. അതിലൊരു അതിർത്തി തിരുവിതാംകൂർ വെച്ചിട്ട് തിരുവിതാംകൂറിൻ്റെ അതിർത്തി. ഇത് സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ കല്ല് വിട്ടിട്ടിരിക്കുകയല്ല. ഇതിൻ്റെ ഒരു കല്ലുള്ളത് ഇവിടെ ആ പുഴയുടെ തീരത്ത്, ഒരു കല്ല് അവിടെയായിരുന്നു. അതായത് തിരുവിതാംകൂറിൽപ്പെട്ട ആൾക്കാരുടെ സ്ഥലമുള്ളത് ആ സ്ഥലത്തിൻ്റെ അതിര് വച്ചിട്ടാണ് ഈ കല്ല് വയ്ക്കുക. ഹിന്ദുക്കൾക്ക് അവരുടേതായ സംസ്കാരത്തെ പറ്റിയുള്ള ഒരു താല്പര്യക്കുറവുണ്ട്. തീർച്ചയായിട്ടും വേണമെങ്കിൽ പറയാം നമുക്ക്. അത് ഇപ്പോൾ രാജാവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛമാണല്ലോ ആൾക്കാർക്ക്. രാജഭരണകാലത്താണ് ജനങ്ങൾക്ക് പ്രയോജനമുള്ള പല കാര്യങ്ങളും നടന്നിട്ടുള്ള. ഉദാഹരണം, ഇപ്പോൾ വൈക്കത്തുനിന്ന് ഈ പുതിയാവ് വരെയുള്ള സ്ഥലങ്ങൾ റോഡരികിൽ തണൽ വൃക്ഷങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതുപോലെ ചുമട് താങ്ങികളുണ്ടായിരുന്നു, തണ്ണീർ പന്തലുകളുണ്ടായിരുന്നു. ഇപ്പോൾ ജനകീയ ഭരണം വന്നു കഴിഞ്ഞിട്ട് ഈ രാജ്യത്ത് തൃപ്പൂണിത്തുറ, നമ്മൾ ഉദാഹരണം തൃപ്പൂണിത്തുറ ഇവിടം വരെ എടുത്തു കഴിഞ്ഞാൽ റോഡരിയിൽ ഒരു തണ്ണീർ പന്തലോ വെള്ളം കുടിക്കാനോ ശൗചാലയം പോലും, തൃപ്പൂണിത്തുറ ടൗണിൽ പോലും ശൗചാലയം ഇല്ലാത്തൊരവസ്ഥയാണ്. ജനാധിപത്യം ഭരണം വന്നിട്ട് ഗുണങ്ങളുണ്ടെങ്കിലും നമുക്ക് രാജഭരണകാലത്ത് ഈ മാതിരിയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്നു. ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ നിന്ന് കൊച്ചിയെ തിരുവിതാംകൂർ രക്ഷിച്ചതിന്റെ നന്ദി സൂചകമായി കൊച്ചിയിലെ ആലങ്ങാട് ദേശവും, അതായത് ഇന്നത്തെ അങ്കമാലി, ആലുവ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ആലുവ താലൂക്കാണത്. ഈ ദേശവും കുന്നത്തുനാട് ദേശവും, അതായത് ഇന്നത്തെ പെരുമ്പാവൂർ, കുന്നത്തുനാട് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന കുന്നത്തുനാട് താലൂക്ക് സമ്മാനമായി നൽകിയപ്പോഴാണ് ക്ഷേത്രം കൊച്ചി രാജ്യത്തിന് വിട്ടുപിരിയാനുള്ള വിഷമത്തിൽ ഇത്തരം ഒരു അതിർത്തി നിർണയം അവർ നടത്തിയത്. പിറവത്ത്, കളമ്പൂർ,
അതുപോലെ തന്നെ പാഴൂർ എന്നിവിടങ്ങളിൽ മൂവാറ്റുപുഴയാറിൻ്റെ വടക്കുവശം കൊച്ചിയും തെക്കുവശം തിരുവിതാംകൂറുമാണ്. പുഴയ്ക്കക്കരെ കൊച്ചിയിൽ നെൽക്കണ്ടം, ഇക്കരെ വീടുമാണെങ്കിൽ കൃഷി കഴിഞ്ഞ നെല്ല് കൊച്ചിയിൽ വിൽക്കാവുന്നതാണ്. ഇപ്പുറത്തേക്ക് കടത്താൻ പണ്ട് പറ്റില്ലായിരുന്നു. ഇങ്ങനെ ഒട്ടേറെ ചരിത്രങ്ങൾ നമ്മുടെ കൊതിക്കല്ലിന് പറയുവാനുണ്ട്.